വിട്ടുകൊടുക്കേണ്ട അവസ്ഥ മറിയത്തിന് വന്നു. തൻ്റെ പ്രിയപ്പെട്ടവരിൽ നിന്നുമൊക്കെ അകന്ന് ജീവിക്കേണ്ട അവസ്ഥകളൊക്കെ മറിയത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. ഒത്തിരിയേറെ സഹനങ്ങളിലൂടെ, ഒത്തിരിയേറെ പ്രതിസന്ധികളിലൂടെയൊക്കെ മറിയം കടന്നു പോകേണ്ട അവസ്ഥ മറിയത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എന്ന് അവൾ തൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് പ്രത്യുത്തരമായി ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ നിമിഷം മുതൽ ഒരു മാനുഷിക ദൃഷ്ടിയിൽ നോക്കുകയാണെങ്കിൽ മറിയത്തിൻ്റെ ജീവിതം മഹാപരാജയമായിരുന്നു. ഈ ദിവസങ്ങളിലൊക്കെ മറിയത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് ധ്യാനിച്ചപ്പോൾ ഒരു മാനുഷിക കണ്ണുകളിലൂടെ നോക്കുകയാണെങ്കിൽ മറിയത്തിൻ്റെ ജീവിതം മഹാപരാജയമാണെന്ന് നമുക്ക് തോന്നിപ്പോകാം. ഒരു കന്യക ഗർഭം ധരിച്ച് ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്ന അവസ്ഥ നമ്മുടെ ഈ സമൂഹത്തിൽ ആണെങ്കിൽ പോലും വിവാഹത്തിന് മുന്നേ ഒരു പെൺകുട്ടി ഗർഭിണിയാണ് ആകുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മൾ ആ പെൺകുട്ടിയെ കാണുന്നത്? എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ആ പെൺകുട്ടിയുടെ കുടുംബത്തെക്കുറിച്ച് നമ്മളൊക്കെ സംസാരിക്കുന്നത്? എന്തൊക്കെ കാര്യങ്ങളായിരിക്കും മറ്റുള്ളവരോട് ഈ കുടുംബ മഹിമയ്ക്ക് വേണ്ടി നാം ഒക്കെ പ്രഘോഷിക്കുന്നത്? എന്നാൽ മറിയം ജീവിച്ച ഒരു സാഹചര്യത്തിൽ ഇതുപോലെ വാക്കുകളിലൂടെയുള്ള കുറ്റപ്പെടുത്തുകലും കളിയാക്കലുകളും പുച്ഛവും മാത്രമായിരുന്നില്ല. വിവാഹത്തിന് മുന്നേ ഒരു കന്യക ഗർഭം ധരിക്കുകയാണെങ്കിൽ അവളെ കല്ലെറിഞ്ഞു കൊല്ലുക എന്നതായിരുന്നു നിയമം. മാനുഷിക ദൃഷ്ടിയിൽ മറിയം അവിടെ പരാജയപ്പെടുകയാണ്. ഒരു കന്യക ഗർഭം ധരിക്കുന്നു. ഇനി ആരുമായിട്ട് താൻ വിവാഹ നിശ്ചയം ഉറപ്പിച്ചുവോ ആ യുവാവ് രഹസ്യത്തിൽ അവളെ ഉപേക്ഷിക്കുവാനായിട്ട് തയ്യാറാകുകയാണ്. മറിയം വീണ്ടും മാനുഷിക ദൃഷ്ടിയിൽ പരാജിതയാകുകയാണ്. ഇനി നിറവയറുമായിട്ട് ഈ കുഞ്ഞിനെയും കൊണ്ട് വേറൊരു ദേശത്തേക്ക് യാത്ര ചെയ്യേണ്ട അവസ്ഥ. ഉള്ളിൽ കിടക്കുന്നത് ദൈവകുമാരനാണെങ്കിൽ പോലും അവന് പിറക്കുവാനായിട്ട് ഒരു സ്ഥലം കണ്ടെത്തുവാനായിട്ട് മറിയത്തിന് സാധിക്കുന്നില്ല. ഒത്തിരിയേറെ വീടുകളുടെ കതകുകളിൽ മുട്ടുന്നുണ്ട്. ആരും ഇവർക്ക് വേണ്ടി വാതിലുകൾ തുറന്നു കൊടുക്കുന്നില്ല. ഒത്തിരിയേറെ സത്രങ്ങളിൽ പോയി അപേക്ഷിക്കുന്നുണ്ട് ഈ കുഞ്ഞിനെ പ്രസവിക്കുവാനായിട്ട് ഒരു സ്ഥലമൊരുക്കി തരണമെന്ന്. ഉള്ളിൽ ദൈവകുമാരനാണെങ്കിൽ പോലും ആരും തിരിച്ചറിയാതെ അവസാനം ഈ കുഞ്ഞിന് ഒരു കാലിത്തൊഴുത്തിൽ ജന്മം കൊടുക്കേണ്ട അവസ്ഥ. ഒരു സ്ത്രീ എന്ന രീതിയിൽ മറിയം ലോകത്തിൻ്റെ മുന്നിൽ പരാജയപ്പെടുകയായിരുന്നു. ഇനി ഈ കാലിത്തൊഴുത്തിൽ ഈ കുഞ്ഞിന് ജന്മം കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും നല്ല സംരക്ഷണം നൽകി ഈ കുഞ്ഞിനെ വളർത്തണമെന്ന് ഹൃദയം കൊണ്ട് ആഗ്രഹിക്കുന്ന അമ്മ കേൾക്കുന്നത് ഏതോ ഒരു രാജാവ് ഈ കുഞ്ഞിനെ വധിക്കുവാനായിട്ട് തയ്യാറെടുക്കുന്നുണ്ട്. വീണ്ടും ഒരു രാത്രിയിൽ ഈജിപ്തിലേക്ക് പലായനം ചെയ്യേണ്ട അവസ്ഥ. ഇനി ഈ കുഞ്ഞിനെ വളർത്തി വലുതാക്കി കണ്ണിലെണ്ണയും ഒഴിച്ച് ദേവാലയത്തിൽ കൊണ്ട് സമർപ്പിക്കുമ്പോൾ കൂനുമേൽ കുരു എന്ന പോലെ ശിമിയോൻ പറയുന്നുണ്ട്, നിന്റെ ഹൃദയത്തിൽ ഒരു വാൾ തുളച്ചു കയറുമെന്ന്. എവിടെയാണ് മറിയത്തിൻ്റെ ഹൃദയത്തിൽ വീണ്ടും ഒരു വാൾ തുളച്ചു കയറുവാനായിട്ട് ഇടമുള്ളത്? വീണ്ടും ഈ മകനെ വളർത്തി വലുതാക്കി സമൂഹത്തിലേക്ക് ഇറക്കി വിടുമ്പോൾ ഒരമ്മ എന്ന രീതിയിൽ അവൾ കേൾക്കുവാനും കാണുവാനും ആഗ്രഹിച്ച കാര്യങ്ങളൊന്നുമല്ല തൻ്റെ ബന്ധുജനങ്ങളും പ്രിയപ്പെട്ടവരുമൊക്കെ ക്രിസ്തുവിനെക്കുറിച്ച് മറിയത്തോട് പറഞ്ഞതും മറിയം കണ്ടതും. അവൻ ഭ്രാന്തനാണെന്ന്, പാപികളുടെയും വേശ്യകളുടെയും ചുങ്കക്കാരുടെയും കൂട്ടുകാരനാണെന്ന്, മദ്യപാനാണെന്ന്. അങ്ങനെ ഒരമ്മ എന്ന രീതിയിൽ മറിയം വീണ്ടും മാനുഷിക ദൃഷ്ടിയിൽ പരാജിതയാകുകയായിരുന്നു. വീണ്ടും ഈ പൊന്നോമനസുതൻ തന്നേക്കാൾ 3 ഇരട്ടി ഭാരമുള്ള കുരിശും ചുമന്നുകൊണ്ട് കാൽവരിയുടെ നെറുകയിലേക്ക് നടന്നു നീങ്ങുമ്പോൾ ശരീരം മുഴുവൻ മുറിപ്പാടുകളും കൊണ്ട് ശരീരമാസകലം ചോര ഇറ്റിറ്റ് വീഴുമ്പോൾ ഒരമ്മ എന്ന രീതിയിൽ ഒരു കൈത്താങ്ങ് സഹായം പോലും ഈ മകന് ചെയ്തു കൊടുക്കുവാൻ സാധിക്കാതെ നിറകണ്ണുകളോടെ കുരിശിൻ്റെ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരമ്മ എന്ന രീതിയിൽ മറിയം ലോകത്തിൻ്റെ മുന്നിൽ പരാജിതയാകുകയായിരുന്നു. വീണ്ടും ഈ പൊന്നോമനസുതൻ കുരിശിൽ നഗ്നനായി കിടന്നുകൊണ്ട് എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയുമ്പോൾ, കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഒരമ്മ എന്ന രീതിയിൽ ഒരു തുള്ളി വെള്ളമെടുത്ത് കൈക്കുമ്പിളിൽ വെച്ച് തൻ്റെ പൊന്നോമനസുതന് കൊടുക്കണമെന്ന് ഹൃദയം കൊണ്ട് 100 പ്രാവശ്യം അവൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം. തന്നെ കൊണ്ട് സാധിക്കുന്നില്ലല്ലോ എന്നോർത്ത് അവൾ കരഞ്ഞിട്ടുണ്ടായിരിക്കാം. മറിയം വീണ്ടും ലോകത്തിൻ്റെ മുന്നിൽ പരാജിതയാകുകയായിരുന്നു. ഇനി ആരെ തൻ്റെ നെഞ്ചോട് ചേർത്ത് താരാട്ട് പാടി ഉറക്കിയോ, ആരെ തൻ്റെ മടിയിൽ കിടത്തി താരാട്ട് പാടി ഉറക്കിയോ, അതേ മകൻ്റെ ചേതനയറ്റ നഗ്ന ശരീരം തൻ്റെ മടിയിലേക്ക് ഏറ്റുവാങ്ങുമ്പോൾ ഒരമ്മ എന്ന രീതിയിൽ മറിയം വീണ്ടും പരാജിതയാകുകയായിരുന്നു. ഇനി ഈ മകൻ്റെ ചേതനയറ്റ നഗ്ന ശരീരം അടക്കം ചെയ്യുവാനായിട്ട് സ്വന്തമായിട്ട് ഒരു കല്ലറ പോലുമില്ല.
ആരിൽ നിന്നോ വാടകയ്ക്കെടുത്ത ഒരു കല്ലറയിൽ തൻ്റെ പൊന്നോ മനസ്സുതൻ്റെ തിരുശരീരം അടക്കം ചെയ്യുമ്പോൾ ഒരു അമ്മ എന്ന രീതിയിൽ ഒരു വിധവയായ ഈ സ്ത്രീ ലോകത്തിൻ്റെ മുന്നിൽ പരാജിതയാകുകയായിരുന്നു. മാനുഷിക ദൃഷ്ടിയിൽ നോക്കുകയാണെങ്കിൽ മറിയത്തിൻ്റെ ജീവിതം മഹാപരാജയമായിരുന്നു. എന്നാൽ ഈ പരാജയത്തിൻ്റെ പട്ടുകുഴിയിൽ നിന്നുകൊണ്ടാണ് ഇന്നത്തെ സുവിശേഷം ഉദയം ചെയ്തിരിക്കുന്നത്. സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രഘോഷിക്കുമെന്ന്. മറിയം തൻ്റെ ജീവിതത്തെ ദൈവത്തിന് പൂർണ്ണമായിട്ട് സമർപ്പിച്ചപ്പോൾ മറിയത്തിന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുവാനായിട്ട് സാധിച്ചു. എൻ്റെ തമ്പുരാൻ അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും തന്നെ സംഭവിക്കുകയല്ല എന്ന്. എല്ലാം സഹിക്കുവാനുള്ള കൃപ എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിന് പകർന്നു നൽകുമെന്ന് മറിയത്തിന് ജീവിതത്തിൽ അനുഭവിക്കുവാനായിട്ട് സാധിച്ചു. എവിടുന്നാണ് മറിയത്തിന് ഈ ഉത്തരം ദൈവത്തോട്, മാലാഖയോട് പറയുവാനായിട്ട് സാധിച്ചത്? എങ്ങനെയാണ് മറിയത്തിന് തൻ്റെ ജീവിതത്തെ പൂർണ്ണമായിട്ട് ദൈവിക പദ്ധതികൾക്ക് വിട്ടുകൊടുക്കുവാനായിട്ട് സാധിച്ചത്? മറിയത്തിൻ്റെ മാതാപിതാക്കളായ വിശുദ്ധ അന്നയും ജോവാക്കീമും ചരിത്രം പറയുന്നുണ്ട്, വിശുദ്ധരായ മാതാപിതാക്കളായിരുന്നു മറിയത്തിൻ്റെ മാതാപിതാക്കളെന്ന്. ഈ മാതാപിതാക്കൾക്ക് ദൈവം ദാനമായി കൃപയായി നൽകിയ ഈ മകളെ വിശ്വാസത്തിലും വിശുദ്ധിയിലും ജീവിത മാതൃകയിലും ദൈവിക കൃപയിലും വളർത്തുവാനായിട്ട് ഈ മാതാപിതാക്കൾക്ക് സാധിച്ചത് കാരണത്താൽ ഈ മാതാപിതാക്കളുടെ ജീവിത ശൈലിയും ജീവിത രീതിയും പ്രാർത്ഥനാ രീതിയും കണ്ടു വളർന്ന മകൾക്കും തൻ്റെ ജീവിതത്തെ ദൈവിക പദ്ധതികൾക്ക് വിട്ടുകൊടുക്കുവാനായിട്ട് സാധിച്ചു. മറിയത്തിൻ്റെ ജനന തിരുനാൾ ആഘോഷിക്കുമ്പോൾ എപ്രകാരമാണ് എൻ്റെയും നിങ്ങളുടെയും പ്രാർത്ഥനാ ജീവിതങ്ങൾ? നാമൊക്കെ കുടുംബ പ്രാർത്ഥനകളിലൊക്കെ പങ്കുചേരാറുണ്ട്, കുടുംബത്തിലിരുന്ന് പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ ചിലപ്പോഴൊക്കെ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ഒരു കടമ വീട്ടിൽ മാത്രമായി തീരാറില്ലേ? പണ്ടൊക്കെ 6:30 പള്ളിയിൽ സന്ധ്യാമണി അടിച്ചു കഴിഞ്ഞാൽ എല്ലാ വീട്ടിലും പ്രാർത്ഥിക്കുന്ന ഒരനുഭവം ഉണ്ടായിരുന്നു. എല്ലാ വീട്ടുകളിലും കുടുംബത്തിലെല്ലാവരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ജീവിത ശൈലി ഉണ്ടായിരുന്നു. പ്രാർത്ഥനയ്ക്ക് ശേഷം എല്ലാവരും പരസ്പരം സ്തുതി പറയാറുണ്ടായിരുന്നു. സ്തുതി പറച്ചിലിന് ശേഷം എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നു. അതിനുശേഷം കുറച്ചു നേരം എല്ലാവരും ഒരുമിച്ചിരുന്ന് സംസാരിക്കാറുണ്ടായിരുന്നു. കുടുംബത്തിൽ ഒരു ഐക്യമുണ്ടായിരുന്നു. കുടുംബാംഗങ്ങൾ തമ്മിൽ പരസ്പര സ്നേഹമുണ്ടായിരുന്നു. കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിൽ പരസ്പരം പങ്കുവെക്കലുണ്ടായിരുന്നു. എന്നാൽ എൻ്റെയും നിങ്ങളുടെയും കുടുംബത്തിലും ജീവിതത്തിലും എന്ന് നമ്മുടെ പ്രാർത്ഥനകൾ നഷ്ടപ്പെട്ടുവോ അന്നാണ് നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും ഐക്യവും സ്നേഹവും സുസ്ഥിരതയും ഒക്കെ നഷ്ടപ്പെട്ടു തുടങ്ങിയത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു കുടുംബം കൗൺസിലിങ്ങിന് വന്നു. 10-24 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് അവർ പറഞ്ഞത് ഇപ്രകാരമാണ്: ഒരു ഉയർച്ച ഉണ്ടാകുന്നില്ല, അത്യാവശ്യം സമ്പത്തൊക്കെ ഉണ്ട്, ജോലി ചെയ്ത് എല്ലാം കൊണ്ടുവരുവാനായിട്ട് സാധിക്കുന്നു, പക്ഷേ ഒന്നും സ്വരൂപിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. ഒന്നും എന്തെങ്കിലുമൊക്കെ ഭാവിക്ക് വേണ്ടി കരുതി വെക്കാമെന്ന് കരുതിയാൽ ഒന്നും കയ്യിൽ ഒതുങ്ങുന്നില്ല. ജീവിതത്തിൽ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ എന്തൊക്കെയോ ദേഷ്യവും വിഷമതകളുമൊക്കെയാണ്. വീട്ടിലൊരു പോസിറ്റീവ് എനർജി ഉണ്ടാകുന്നില്ല. ഞങ്ങൾ തമ്മിൽ എപ്പോഴും അങ്ങ് പിണക്കമാണ്. ഭർത്താവ് മദ്യപിക്കുന്നുണ്ട്, മകനുണ്ട്, അവന് തോന്നിയ രീതിയിൽ ജീവിക്കുകയാണ്. അപ്പോൾ ഈ അമ്മയോട് ഞാൻ ചോദിച്ചു, നിങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥനയുണ്ടോ? അവരൊരു കാര്യം കൂടെ ചേർത്ത് വെച്ചു, ഞങ്ങളുടെ വീട് അമ്പലത്തിൻ്റെ നേരെ നിൽക്കുന്ന വീടാണ്, രാത്രിയൊക്കെ ആവുമ്പോൾ വന്നു പോക്കുണ്ടെന്ന് കൂടെ അവർ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവരോട് ചോദിച്ചു, നിങ്ങളുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥനയുണ്ടോ? അപ്പോൾ ഇവർ പറഞ്ഞു, കുടുംബ പ്രാർത്ഥന പ്രാർത്ഥിക്കുവാനായിട്ടൊക്കെ ഇരിക്കും, പക്ഷേ എപ്പോഴും അസ്വസ്ഥതകളായ കാരണത്താൽ ഞങ്ങൾ പ്രാർത്ഥിക്കാറില്ല. അഥവാ ഇനി പ്രാർത്ഥിക്കണമെന്ന് കരുതുമ്പോൾ ഈ മനുഷ്യൻ കുടിച്ചിട്ട് വന്ന് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്ന കാരണത്താൽ പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് ഈ ചേച്ചിയോട് പറഞ്ഞു, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ വന്നുപോക്ക് മാത്രമല്ല, ആ വരുന്നവർ അവിടെ തന്നെ കടക്കുമെന്ന്. നമ്മുടെയൊക്കെ കുടുംബത്തിലെ ജീവിതത്തിൽ ഈ പ്രാർത്ഥന നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് സ്നേഹമില്ലാതെയാകുന്നത്. പ്രാർത്ഥന നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് ഐക്യമില്ലാതെയാകുന്നത്. പ്രാർത്ഥന നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ, പ്രതിസന്ധികളെയൊക്കെ അതിജീവിക്കുവാനുള്ള ശക്തിയും കൃപയുമൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നത്. ദൈവം വസിക്കാത്ത സ്ഥലങ്ങളിലൊക്കെ ആരെങ്കിലുമൊക്കെ വന്ന് വസിക്കാറുണ്ട്. ദൈവത്തിന് ജീവിതത്തിലും കുടുംബത്തിലും സ്ഥാനം കൽപ്പിക്കാതെ നാമൊക്കെ നമ്മുടേതായ ചിന്തകൾക്കും പ്രവൃത്തികൾക്കും അധീനമായ രീതിയിൽ ജീവിക്കുവാനായിട്ട് മനസ്സിനെയും ജീവിതത്തെയും ക്രമപ്പെടുത്തുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും വിള്ളലുകളും വീഴ്ചകളും ഒക്കെ ഉണ്ടാകുന്നത്.
എവിടെ നിന്ന് ദൈവത്തെ ഇറക്കി വിടുന്നുവോ അവിടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കങ്ങൾ സംഭവിക്കുന്നത്. എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ സുസ്ഥിരതയൊക്കെ കൈവരിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നത്? മറിയം തൻ്റെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും ദൈവത്തെ കൂട്ടുപിടിച്ചുവെങ്കിൽ മറിയത്തിൻ്റെ ജീവിതത്തിലെ ഒരു അവസ്ഥയിലും ദൈവം അവളോടൊപ്പം ഉണ്ടായിരുന്നു. ഇന്ന് മറിയം പ്രത്യക്ഷപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ മറിയം ലോകത്തോട് വിളിച്ചു പറയുന്നത് ലോകത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, മനുഷ്യൻ്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ മറിയം വീണ്ടും ലോകത്തിന് ജപമാല സമ്മാനമായി നൽകിക്കൊണ്ട് പറഞ്ഞു, ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക, ഈ ജപമാല നിന്നെ സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചു തരുമെന്ന്. ജപമാല പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾക്ക് ചുറ്റും മറിയം സംരക്ഷണ വലയം തീർക്കുന്നുണ്ട്. ജപമാല പ്രാർത്ഥിക്കുന്ന കുടുംബത്തിന് ചുറ്റും മറിയം സംരക്ഷണ ഭിത്തി തീർക്കുന്നുണ്ട്. ജപമാല പ്രാർത്ഥിക്കുന്ന കുടുംബത്തിന് ചുറ്റും മറിയം വേലി കെട്ടി ആ കുടുംബത്തിൽ ഒരു തിന്മയുടെ ശക്തിയും പ്രവേശിക്കാത്ത രീതിയിൽ ആ കുടുംബത്തെ സംരക്ഷിക്കുന്നുണ്ട്. കുടുംബത്തിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും മറിയം നടത്തി കൊടുക്കുന്നുണ്ട്. വചനത്തിൽ നാം വായിച്ചു കേൾക്കുന്നുണ്ട്, ക്രിസ്തു ആദ്യത്തെ അത്ഭുതം നടത്തിയത് കാനായിലെ കല്യാണ വിരുന്നിലാണെന്ന്. മറിയം പറഞ്ഞിട്ടാണ് ക്രിസ്തു ആ കുടുംബത്തിൽ വെള്ളം വീഞ്ഞാക്കി കൊടുക്കുന്നത്. എന്നാൽ വചനത്തിൽ എങ്ങും നമ്മൾ വായിച്ചു കേൾക്കുന്നില്ല ആ കുടുംബത്തിലെ ആരെങ്കിലും വന്ന് മറിയത്തോട് ഞങ്ങൾക്ക് വീഞ്ഞ് തീർന്നു പോയി എന്ന് പറയുന്നതായിട്ട്. മറിച്ച് ആ കുടുംബത്തിൻ്റെ ആവശ്യം എന്താണെന്ന് മറിയത്തിന് കാണുവാനായിട്ട് സാധിച്ചു. ആവശ്യം കാണുവാനായിട്ട് ആ കുടുംബം മറിയത്തെ ആ വിവാഹ വിരുന്നിലേക്ക് ക്ഷണിച്ചിരുന്നു. ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന എൻ്റെയും നിൻ്റെയും ജീവിതത്തിലും കുടുംബത്തിലും മറിയത്തിൻ്റെ സാന്നിധ്യവും മാധ്യസ്ഥവും വിളിക്കുവാനും അപേക്ഷിക്കുവാനും പ്രാർത്ഥിക്കുവാനും സാധിക്കുകയാണെങ്കിൽ, മറിയം നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണെങ്കിൽ, നീ ചോദിക്കുന്നതിന് മുമ്പേ നിൻ്റെ ജീവിതത്തിലെ കുടുംബത്തിലെ ആവശ്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മറിയം അതിനു വേണ്ടി തൻ്റെ തിരുക്കുമാരനോട് മാധ്യസ്ഥം അപേക്ഷിക്കും. ഈ മറിയത്തിൻ്റെ മാധ്യസ്ഥ ശക്തി അനുഭവിക്കുവാനായിട്ട് നമ്മുടെ കുടുംബങ്ങൾക്ക്, ജീവിതങ്ങൾക്ക് സാധിക്കണം. കുഞ്ഞുങ്ങളെയൊക്കെ വിശ്വാസത്തിലും വിശുദ്ധിയിലും വളർത്തിക്കൊണ്ടുവരുവാനായിട്ട് സാധിക്കണം. നാളെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എന്തായി തീരുമെന്ന് നിങ്ങൾക്ക് ഇന്നറിയണമെങ്കിൽ ഇന്ന് നിങ്ങൾ എങ്ങനെയാണ് ആ കുഞ്ഞുങ്ങളെ വിശ്വാസത്തിലും വിശുദ്ധിയിലും ദൈവിക ഭയത്തിലുമൊക്കെ വളർത്തിക്കൊണ്ടുവരുന്നതെന്ന് ചിന്തിക്കുക. പലപ്പോഴും കുഞ്ഞുങ്ങൾ കുരുത്തക്കേടുകൾ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നാം ഒക്കെ ചിന്തിക്കാറുണ്ട്, അവർ വളർന്ന് വലുതാകുമ്പോൾ സ്വയമേ മാറിക്കൊള്ളുമെന്ന്. അവരുടെ കുഞ്ഞു ദുശീലങ്ങൾക്കൊക്കെ നമ്മളൊക്കെ വളം വെച്ച് കൊടുക്കാറുണ്ട്. എന്നാൽ ഒരപ്പൻ്റെയും അമ്മയുടെയും മനസ്സിലും ചിന്തയിലും ഒരിക്കലും അവരുടെ കുഞ്ഞുങ്ങൾ വളരുന്നില്ല. എന്നും അവർക്ക് കുഞ്ഞു തന്നെയാണ്. അതുകൊണ്ട് തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തേണ്ട സമയത്ത് തിരുത്തേണ്ടതുപോലെ തിരുത്തുവാനായിട്ട് നമുക്കൊരോരുത്തർക്കും സാധിക്കണം. മറിയത്തെ ഈ ദൈവിക പദ്ധതികൾക്ക് വിധേയമായ രീതിയിൽ രൂപാന്തരപ്പെടുത്തിയത് മറിയത്തിൻ്റെ മാതാപിതാക്കളുടെ ജീവിത ശൈലിയും ആ മാതാപിതാക്കൾ തങ്ങളുടെ ജീവിതത്തിലൂടെ കാട്ടിക്കൊടുത്ത വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനവുമായിരുന്നു. ഈ കാലഘട്ടത്തിൽ വിളിക്കപ്പെട്ടിരിക്കുന്ന നാം ഓരോരുത്തരും ഈ മറിയത്തിൻ്റെ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മറിയം തന്നെ ദൈവിക പദ്ധതികൾക്ക് വിട്ടുകൊടുത്ത് തൻ്റെ ജീവിതം പൂർണ്ണമായിട്ട് ദൈവഹിതത്തിന് സമർപ്പിച്ചതുപോലെ നമുക്കും പറയുവാനായിട്ട് സാധിക്കണം, ഇതാ കർത്താവിൻ്റെ ദാസി, ഇതാ കർത്താവിൻ്റെ ദാസനെന്ന്. ഹൃദയം കൊണ്ട് ദൈവത്തിന് നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുവാനായിട്ട് സാധിക്കുകയാണെങ്കിൽ ഈ ലോകത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കുവാനുള്ള ശക്തി തമ്പുരാൻ നമ്മുടെ ജീവിതങ്ങൾക്ക് നൽകും. മറിയം നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കട്ടെ. ആമേൻ.